നമ്മുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു 10 ഡേ ചലഞ്ചിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്നറിയോ? നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ജലം നമ്മളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുക. നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈംഗിക ശേഷിക്ക് മുമ്പിൽ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന പ്യൂഫ അടങ്ങിയ ഓയിലുകളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെജിറ്റബിൾ ഓയിൽസൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഓയിൽ, വെജിറ്റബിൾ ഓയിൽസ്, അതിലൊക്കെ ഹൈഡ്രോജനേറ്റ് ചെയ്തതാണ്. പിന്നെ ഫ്രൈഡ് ചെയ്ത ഭക്ഷണങ്ങൾ, ഇതൊക്കെ സെക്ഷുവാലിറ്റിക്ക് മുമ്പിലെ വില്ലനായി നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക, വെള്ളം കുടിക്കാനും ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും. സെക്ഷുവാലിറ്റിക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഉറക്കം, പിന്നെ പ്രകാശവും. ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, സാധാരണ പോകുന്നതിനേക്കാൾ 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ദീർഘമായിട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ സെക്ഷൽ പവറാണ് നഷ്ടപ്പെടുത്തുന്നത്. ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്യുന്ന രീതിയിൽ രാത്രിയൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുക. ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന സൺഗ്ലാസ്സുകളും ഒക്കെ ഉപയോഗിക്കുക സൺസെറ്റിന് ശേഷം. ഓക്കെ, നമ്മുടെ സെക്ഷുവാലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചലഞ്ചിൻ്റെ 3-ാം ദിവസത്തിൽ എന്താണ്? അശ്വഗന്ധ. നമ്മൾ പലപ്പോഴായിട്ട് ഇന്ന് തൊട്ട് കഴിച്ചു തുടങ്ങാം. നമ്മുടെ സെക്ഷുവൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് 500 mg അശ്വഗന്ധ കഴിക്കുക എന്നുള്ളതാണ്. ഒരു ഹെർബൽ സ്റ്റാർട്ട്. പിന്നെ ഇന്ന് നമ്മുടെ സെക്ഷുവാലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചിൻ്റെ 4-ാം ദിവസമാണ് നല്ലൊരു ന്യൂട്രിയൻ്റ് ബൂസ്റ്റ്. മഞ്ഞ ഉൾപ്പെടെ, മഞ്ഞ വളരെ ആവശ്യമാണ് സെക്ഷുവാലിറ്റി വർദ്ധിപ്പിക്കാൻ. 2 ഹോൾ എഗ്ഗ് കഴിക്കുക. ഇനി ചെറിയൊരു പോർഷൻ റെഡ് മീറ്റ് വല്ലപ്പോഴും ആയിട്ട്. പിന്നെ ഷെൽഫിഷ് അത് കഴിക്കുക എന്നുള്ളതാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിന് പകരമായിട്ട് വാൾനട്ട്, കാഷ്യൂ നട്ട്, അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചിൻ്റെ 5-ാം ദിവസത്തിൽ പറയാനുള്ളത് ഇഞ്ചി കഴിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങളിന്ന് സാധാരണ കഴിക്കുന്ന ചായന് പകരമായിട്ട് ഒരു ഇഞ്ചി ചായ കഴിക്കുക. നിങ്ങളുടെ മീലിലേക്ക് ഒരു ഫ്രഷ് ഇഞ്ചി എടുത്തിട്ട് ഒരു കഷ്ണം കഷ്ടിച്ചിട്ടിട്ടോ, അത് നിങ്ങളുടെ സെക്ഷൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുള്ളതാണ്. ഇന്ന് ഡേ 6 ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ടൗറിൻ. ഇന്നൊരു 3 ഗ്രാം ടൗറിൻ സപ്ലിമെൻറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം ഉച്ച കഴിഞ്ഞ് കഴിക്കാം. അത് പലപ്പോഴായിട്ട് അങ്ങനെ കഴിച്ച് തുടങ്ങാം. ഓക്കെ, ഡേ 7 സെക്ഷുവാലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിൻ്റെ ഡേ 7 എന്നൊരു ഗ്രൗണ്ടിങ് എക്സസൈസാണ്. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും നമ്മൾ പുല്ലിലൂടെ നടക്കുക, അല്ലെങ്കിൽ മണ്ണിലൂടെ നടക്കാം. ഓക്കെ, പിന്നെ ഡേ 8 ഇന്ന് നെക്ക് ഗ്രിപ്പ് ട്രെയിനിങ് ആണ്. നെക്കിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസുകൾ നമ്മൾ ചെയ്യുക, ഗ്രിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഇതൊക്കെ സെക്ഷുവാലിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ ആവശ്യമാണ്. പോൺ കാണുന്നവരാണെങ്കിൽ, മാസ്റ്റിബ്യൂഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഡേ 9 ചലഞ്ചിൽ അതൊക്കെ സെക്ഷുവാലിറ്റിക്ക് മുമ്പിൽ വില്ലനായി നിൽക്കുന്ന കാര്യമാണ്. അത് ഒഴിവാക്കിയിട്ടൊരു 24 മണിക്കൂർ നിൽക്കുക എന്നുള്ളതാണ്. ലൈംഗികാസ്വാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനീയമല്ല, ദ്രവരൂപത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഒരു പ്രൈമൽ ത്രൈവ് സെക്സ് ടോണിക്കിനുള്ള ചില പാചകക്കുറിപ്പുകൾ. ഒരു പ്രൈമൽ ത്രൈവ് സെക്സ് ടോണിക്കിനുള്ള ഒരു പാചകക്കുറിപ്പാണെന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെ നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്? അസംസ്കൃതമായിട്ടുള്ള 1 കപ്പ് പാല്, 3 മുട്ടയുടെ കരു, മഞ്ഞ, 1 ടേബിൾ സ്പൂൺ അസംസ്കൃതമായിട്ടുള്ള കക്കാവോ, 1 ടീസ്പൂൺ സിലോൺ കറുവപ്പട്ട, 1 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മേപ്പിൾ സിറപ്പ്, മധുരത്തിനും ഊർജത്തിനും ഉപയോഗിക്കുന്നു. 1 നുള്ള് ഉപ്പ്, അതിൻ്റെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി. 1 നുള്ള് കയേൻ
കുരുമുളക്. അതെന്തിനു വേണ്ടിയാണ്? സുഖവും എൻഡോർഫിൻ വിന്യാസവും ഉണ്ടാക്കാൻ വേണ്ടി. ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അസംസ്കൃത പാല് ഒന്ന് ചൂടാക്കുക, വല്ലാണ്ട് ചുറ്റി തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ എല്ലാം ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഡേ 10 ചലഞ്ച്, സെക്ഷുവൽ എനർജി റീഗെയിനിങ് ചലഞ്ച്. നമുക്ക് സെക്ഷുവാലിറ്റിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കാര്യം നമ്മളെ ഫോണുകളാണ്. ഉറങ്ങുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് ഫോൺ ഓഫാക്കി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്ഷുവൽ എനർജി തിരിച്ചു കിട്ടുന്നതാണ്. ഈ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു റിസൾട്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കും. ഓക്കെ, ബായ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സെക്ഷുവൽ ഡ്രൈവ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, മുട്ടയുടെ കരു നിങ്ങൾക്ക് കൊളീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നൽകും. അത് അസിറ്റൈൽ കൊളീൻ ഉണ്ടാക്കാൻ സഹായിക്കും. അത് ഉത്തേജനത്തിന് വളരെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അത് ശക്തമായിട്ടുള്ള ഒരു ലൈംഗിക ശേഷി ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിലെ കക്കാവോ, അത് ഡോപ്പമീൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആനന്ദ തന്മാത്ര പോലുള്ള സംയുക്തങ്ങൾ ഉപയോഗിച്ച്, അനൻഡാമൈഡ് എന്ന് പറയും, നമ്മുടെ മാനസിക മനോഭാവം മെച്ചപ്പെടുത്താനും രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നതാണ്. കറുവപ്പട്ട കഴിച്ചാലുള്ള ഗുണം എന്താണ്? രക്തത്തെ നേരിട്ട് ജനനേന്ദ്രിയങ്ങളിലേക്ക് എത്തിക്കുകയും നമ്മുടെ രക്തക്കുഴലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. കയേൻ സുഖദായകമായിട്ടുള്ള എൻഡോർഫിനുകൾ പുറത്തുവിടുകയും അനുഭവം ആനന്ദകരമാക്കുകയും ചെയ്യും. ഈ ടോണിക്ക് നമുക്ക് ശക്തി, വിശ്രാന്തി, ശുദ്ധമായ പ്രകടനം എന്നിവയെ സംയോജിപ്പിക്കുന്നു. ബ്ലെൻഡർ ചെയ്ത് കുടിക്കുക, വ്യത്യാസം അനുഭവിക്കുക. ഓക്കെ.